നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ മാസം 2000 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 2000 രൂപയ്ക്ക് പകരം 3000 രൂപയുടെ പെൻഷൻ വർധനവ് എന്നായിരിക്കും ഉണ്ടായിരിക്കുക? പുതിയ സർക്കാർ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ സർക്കാർ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് സർക്കാർ ഇലക്ഷൻ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു വർധനവ് എന്ന് മുതലായിരിക്കും ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. വിധവാ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ പോലത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് 2000 രൂപയാണ്. ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അക്കൗണ്ടിൽ വരുന്ന ആളുകൾക്ക് കഴിഞ്ഞ മാസം അവസാനത്തിലും കൈകളിൽ വരുന്ന ആളുകൾക്ക് ഈ മാസത്തെ തുടക്കത്തിലും പെൻഷൻ എത്തിയിരുന്നു. കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ച ആളുകൾ എസ് ഒന്നും ഇല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന സമയത്ത് ഇലക്ഷന് മുമ്പായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത് പുതിയ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ പെൻഷൻ 3000 രൂപയാക്കുമെന്നുള്ളത്. ഇന്നലെ നിയമസഭയിലും ഈ സർക്കാർ ഇക്കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. സാധാരണ ഒരു സർക്കാരുകൾ ഇങ്ങനെ പെൻഷൻ പ്രഖ്യാപനം മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആ സർക്കാരിൻ്റെ അവസാന സമയത്ത് ഇലക്ഷനോടനുബന്ധിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിക്കാറ്. പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ആദ്യം പറഞ്ഞിരുന്ന കാര്യമാണ് സ്ത്രീകൾക്കുള്ള KSRTCയിലെ സൗജന്യ യാത്ര. അതിപ്പോൾ ഓർഡിനറി ബസ്സുകളിൽ തുടങ്ങിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഇക്കാര്യത്തിൽ കൂടി നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് 3000 രൂപയുടെ പെൻഷനായിരിക്കും ഇനി അങ്ങോട്ട് ലഭിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ പുതിയ പെൻഷനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയാണ് ഇപ്പോൾ പെൻഷൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിങ്ങൾ ഏത് വിഭാഗത്തിലെ പെൻഷനാണ് അപേക്ഷിക്കുന്നത് അതാത് വിഭാഗത്തിലേക്ക് നോക്കി എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. എന്നാൽ എല്ലാ വിഭാഗത്തിനും നമുക്ക് വേണ്ട അത്യാവശ്യമുള്ള കാര്യം നമ്മുടെ ഫോട്ടോ, അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന രേഖ എന്നീ രേഖകൾ എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും നൽകണം. അതുപോലെ തന്നെ ഇനിയും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പെൻഷൻ മസ്റ്ററിങ്. നമുക്കറിയാം, എല്ലാ വർഷവും നൽകേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. ആഗസ്റ്റ് മാസങ്ങളിലാണ് സാധാരണഗതിയിൽ മസ്റ്ററിങ് ഉണ്ടാവാറ്. അതായത് അടുത്ത മാസം മുതലായിരിക്കും മസ്റ്ററിങ് നടപടികൾ സർക്കാർ തുടങ്ങുക. അതിനുമുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. നമ്മൾ ഇത്രയും കാലം ചെയ്ത രൂപത്തിലായിരിക്കില്ല ചിലപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഉണ്ടാകുന്ന മസ്റ്ററിങ്. റേഷൻ കാർഡ് മസ്റ്ററിങ് നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടായിരുന്നു, നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയായിരുന്നു മസ്റ്ററിങ് പൂർത്തിയാക്കിയിരുന്നത്. അതുപോലെ ആയിരിക്കാം ചിലപ്പോൾ ഇനി അങ്ങോട്ട് മസ്റ്ററിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ റെഡിയാക്കി വെക്കുക.